ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇപ്പോൾ കുറേ ആയി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ പറഞ്ഞെങ്കിൽ, ഇന്ന് സൺഡേ ഫുൾ ഓഫ് മംഗലം ഗൈസ്. ഇന്ന് കുറേ മംഗലമുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ മംഗലം പറഞ്ഞടുത്ത് തന്നെ ഉണ്ട്, ഒരു ചേച്ചീൻ്റെ അടുത്തേക്ക് പോകാമെന്ന് വെച്ച്. ഫസ്റ്റത്തെ കല്യാണം, രണ്ടാമത്തെ മംഗലം. ഒന്ന് ചേച്ചീൻ്റെ മംഗലം, ഒന്ന് ഇത്താൻ്റെ മംഗലം, സുലിത്താനം. അപ്പോൾ ഇപ്പോൾ ഇവിടെ പോകുന്ന കഴിയെങ്കിൽ ഉമ്മാക്കൊരു ഓർഡർ ഉണ്ടായിന് കേക്കിൻ്റെ. അപ്പോൾ ആ കേക്ക് ഇവിടെ തന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ പുറയിൽ വെക്കാറിഞ്ഞിട്ട് ആടക്ക് വാങ്ങാം. അല്ല കൗസി ഇടലോ എന്തോ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ കേക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെ വഫാൻ്റെ അവിടെ വെക്കാറിഞ്ഞിട്ട് ആടത്തേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ കേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ നേരെ മംഗലത്തിന് പോകും. പാലക്കുന്ന് ഓഡിറ്റോറിയത്തിലാണ് മംഗലമുണ്ട്. കല്യാണം. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ വഫാൻ്റെ അടുക്ക് എത്തി. ഇനി വഫാൻ്റെ അവിടെ കേക്ക് വെച്ചിട്ട് ഇവിടുന്ന് വേണം പോവാൻ. ഓക്കെ. അയ്യോ ഗൈസ്, വഫാൻ്റെ പറഞ്ഞ മുമ്പിൽ കുറേ സാധനം ആയിട്ട് ഇവിടെ വെച്ചോ. ഇവിടെ കുറച്ച് ചളിയല്ലോ. നിൽക്കണേ, വഫാക്ക് വിളിക്കുന്നു. അയ്യോ ഗൈസ്. ഓക്കെ, അപ്പം നമ്മൾ വഫാക്ക് കേക്ക് കൊടുത്ത്, വഫാൻ്റെ കേക്കും പറയൊരു ഗിഫ്റ്റും ഉണ്ടെങ്കിൽ അത് രണ്ട് വഫാക്ക് ഏൽപ്പിച്ച് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ കൂടിയില്ല എന്തോ പണിയെടുക്കുന്നത്, എന്താരോ ഗ്യാസ് ഗൈസ്, എന്തോ ഗ്യാസിൻ്റെ പണിയെടുക്കുന്നതുകൊണ്ട് നമ്മൾ വഫാൻ്റെ വീട്ടിൽ കയറാൻ കഴിഞ്ഞില്ല. വഫാനെ ബൈക്ക് വിളിച്ചിട്ട് നമ്മൾ കൊടുത്തു, റോട്ടിലേക്ക് വിളിച്ചിട്ട്. അപ്പോൾ ഇനി നമ്മ നേരെ പാലക്കുന്ന് ഓഡിറ്റോറിയത്തിൽ പോയി കാണാം. ഞാൻ പെരുന്നാൾ ഡ്രസ്സ് ഇട്ടാ സെന എന്തിട്ട് സെന നല്ല ഞാൻ കാണിച്ചുതരാം ഗൈസ്. അവിടെ പോയിട്ട് കാണിച്ചുതരാം. ഉമ്മ നല്ല സാരിയെല്ലാം ഉടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഞാൻ അവിടെ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ട് കാണിച്ചുതരാം. ഓഡിറ്റോറിയത്തിൽ നല്ല വരുന്ന ബൈക്ക് നമ്മ ആരെ കണ്ട സെന? അത് കാക്കാന്റെ പുള്ളി ഒന്നല്ല ഗൈസ്, ആരോ കള്ളുടിച്ചിട്ട് അവിടെ ഒറ്റക്ക് നിന്നിട്ടുണ്ടായിന്. അപ്പൊ നേരെ ഇങ്ങോട്ട്. അപ്പൊ ഇല്ലേ ഓള് വരുന്ന സസാരിക്കുമ്പോ കാക്കാന്റെ പുള്ളിയാരോ നമ്മളായിരുന്നു. അപ്പൊ ഏതോ ഒരു ചാനൽ നോക്കുമ്പോഴേക്കും സസാദിലറിയുന്ന നമ്മളായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ കാക്കാന്റെ ആരോ കള്ളുടിച്ചിട്ട് ഫുൾ ഓൺ ആയിട്ടുണ്ടായിനാണ് ഡാൻസ്. മാത്രം ഞാൻ നോക്കിയിട്ട് അവിടെ ബാക്കിയായി പോയി. നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടോ ഗൈസ്. അപ്പൊ നമ്മൾ എത്താനായി പാലക്കുന്ന്. മമ്മി ഡ്രൈവിംഗിലാണ്, ഞാൻ കാണിച്ചു തരാം. സെന ഇവിടെ സുന്ദരി കോമഡി. ഞങ്ങളിതാ ഹോസ്പിറ്റലിലേക്ക് എത്തി. നമ്മുടെ മുമ്പിൽ ഒരു അഡ്വക്കേറ്റ് ഉണ്ട്. അങ്ങനെ നമ്മളെവിടെ എത്തി? അവിടെ ഫുള്ള് ചളി. നമ്മ എങ്ങനെ കീന്നാ ഇവിടെ എവിടേക്ക് വെക്കാൻ കഴിയാ ഗൈസ്? ഫുൾ ഓഫ് ചളി. ഓരോ ചളി എനിക്ക് കാണിച്ചു തരാം. അതങ്ങ് കുത്തക്കൊണ്ടിട്ട് ഓഡിറ്റോറിയത്തിൽ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എവിടെ പോകാൻ വരണമെങ്കിൽ ഓഡിറ്റോറിയത്തിലേക്കല്ല, മൂവി കാണാൻ. മുന്നത്തെ തിയേറ്റർ നമ്മുടെ എത്തി. ഇതെന്താ പറയുന്നത്, പണ്ടത്തെ ഓഡിറ്റോറിയം, പാലക്കുന്നിലെ ഓഡിറ്റോറിയം. ഓഡിറ്റോറിയം അല്ല ഗൈസ്, മാറിപ്പോയി തിയേറ്റർ. ഇപ്പം ഇത് തിയേറ്റർ അല്ല, ഇപ്പം ഇത് ഓഫാക്കിനി. ഓക്കെ ഗൈസ്, കാറ്റത്ത് പോയിട്ട് മുടിയെല്ലാം പൊട്ടായി. സെന നോക്കുന്നില്ല ഗൈസ്. അപ്പോൾ ഉമ്മാനെ അനുസരം മസാലയിലോട്ട് പഴഞ്ഞിട്ട് വന്നത്, ഉമ്മാനെ തിരിഞ്ഞില്ല. അപ്പോൾ അതിന് ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലെത്തി കാണിച്ചുതരാം. ഓക്കെ, മറ്റു ചാനല് എന്തോ ഇല്ല കാണിക്കാൻ. ഗൈസ്, നമ്മൾ മാറിയിട്ട് വേറൊരു ഓഡിറ്റോറിയത്തിൽ വന്ന് സംഗതിയിലാണ്. ഇവിടെ തന്നെ മംഗലം നടുക്കലുണ്ടാക്ക് സാധാരണ കഴിഞ്ഞ ലൊക്കേഷനോട് ബിറ്റേ കാറിൽ എത്തിയിട്ട് പറഞ്ഞതാ ഗൈസ്. സംഗതി നമ്മ ഒരു ഓഡിറ്റോറിയത്തിൽ വന്ന് അപ്പൊക്ക് ഇവിടെ തന്നെ കഴിഞ്ഞല്ലോ ഒരു ചേച്ചീൻ്റെ ആണ് മംഗലം ഉണ്ടായത്. അപ്പോൾ ഇവിടെ നിന്ന് ഇരിച്ചത് നമ്മ ഇതിൻ്റെ അടുത്ത് നിന്ന് മാത്രം കീഞ്ഞിട്ട് നമുക്കില്ലേ ഫുൾ മുസ്ലിംസിനാന്ന്. ഒരു ഡ്രസ്സിങ് സെൻസ് ഒന്നും യോറല്ല. നോക്കുമ്പോക്ക് നമ്മ എന്തായിസനോ നിക്ക. അപ്പൊ നീ എന്താ മുന്നേ ചെല്ലാത്ത നിനക്ക് അറിഞ്ഞില്ലെങ്കിൽ ഞാനും അങ്ങനെ ഇവിടെ നടക്കൂന്ന്. ഞാൻ കത്തൊന്നും കണ്ടിട്ടാ.
നോക്കുമ്പോ ഇത് മുസ്ലിങ്ങളെ മംഗലം, ആര്യോ മംഗലം ഗൈസ്. ഞാൻ കാണിച്ചല്ലേ നിങ്ങൾക്ക്, കണ്ടോ? ഇതാരോ മുസ്ലിംസിന്റെ മംഗലം. മാസിൽ അങ്ങനത്തെ ഉണ്ടാക്കിയില്ല. അങ്ങനെ ഞങ്ങൾ മംഗലത്തിന്റെ ഓഡിറ്റോറിയത്തിലേക്ക് പോകുന്നുണ്ട്. ഇതിനായിട്ട് കുറച്ചപ്പുറം മറ്റേ ഓഡിറ്റോറിയം അടുത്ത് തന്നെ ഇടുന്നത്. കുറച്ച് ഉള്ളിലോട്ട് പോകണമെന്ന് മാത്രം ആ ഓഡിറ്റോറിയം. അപ്പോൾ ഗൈസ്, ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. മാറി മാത്രം ഞങ്ങൾ മംഗലപ്പുരക്ക് പോയിട്ട് ബിരിയാണി ഒന്നും വെച്ചില്ല. അതാണ് ഹൈലൈറ്റ്. ഞങ്ങൾ കയറിയിട്ട് ഞങ്ങൾ കാറിന്ന് കീഞ്ഞിട്ടാൻ പറ്റില്ല. നമുക്കൊരു ഒരെണ്ണം കാണുമ്പോൾ അറിഞ്ഞ് ഇത് അല്ലാന്ന് ആൾക്കാരെല്ലാം കാണുമ്പോൾ ഉസ്താദെല്ലാം ഉണ്ടായിരുന്നു മുറ്റത്ത്. അപ്പൊ പോട്ട് നമ്മ ഇനി ശരിക്കും ഓഡിറ്റോറിയത്തിൽ എത്തിക്കാണാം. അയ്യോ ഗൈസ്, എല്ലാം ഇങ്ങനെ ആയിപ്പോലോ. ഇതാ ഇവിടെ കാണുമ്പോ ഇത് നമ്മളേന്ന് നോക്കോ, ഞാൻ കാണിച്ചു തരാം. നമ്മളേന്നല്ല, ഐ മീൻ നമ്മ പോണ്ട മംഗലം. ഗൈസ്, ഇവിടെ ഒരു അമ്പലമുണ്ട്, പാലക്കുന്ന് അമ്പലം. അറിയുമോ? പറയൂ. അപ്പൊ ഇവിടാണ് മംഗലത്തിന്റെ ഇത് വരുന്നത്. ഇവിടെ കുറച്ച് തിരക്കുണ്ട്. എല്ലാവരും ചോറ് വെച്ചിട്ട് പെരുക്കത്തിയാണ് നമ്മ പോന്നത്. ഇവിടെയാന്ന് ഓടിട്ട്, ഇവിടെയാണ് നമ്മളെ പാനിപൂരിൻ്റെ ബയ്യ ഉണ്ടായത്. ഇതാ ഇരിച്ചടുത്ത് മാത്രം നമ്മളെ പാനിപൂരിൻ്റെ ബയ്യ ഇപ്പോൾ സ്ഥലം മാറ്റി അപ്പുറമായി. ഇവിടെ ഗൈസ് ഫുൾ ഓഫ് ഇന്നെന്തോ തെറ്റിയിരുന്നു തോന്നുന്നു. വന്നിട്ട് നമുക്ക് പാർക്കിംഗ് സ്പേസ് ഇല്ല, പാർക്കിംഗ് ഫുള്ളായി. ഓൾറെഡി ഞങ്ങൾ ബൈതും ചെയ്ത് 2 മംഗലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇനി പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ ആടെ ഉള്ളിൽ പാർക്കിംഗ് ഉണ്ടാവും. നമ്മൾ പിന്നെ ഉള്ളിലോട്ട് പോകുന്നത് ഇതുവഴിയാണ് ഓഡിറ്റോറിയത്തിലേക്ക് പോവേണ്ടത്. ഇവിടെ എവിടെയാണ് മംഗലോ? ഈ ഓഡിറ്റോറിയത്തിൽ പണ്ടെപ്പോ പണ്ട് ഞാൻ ചെറുതുണ്ടാകുമ്പോ നിനക്കൊന്നും ഓർമ്മയുണ്ടാവും. നമ്മ ഇങ്ങനത്തെ ഓഡിറ്റോറിയത്തിൽ ഇവിടെ വരുത്തില്ല അന്ന് വന്ന കുറേ കൊല്ലം മുന്നേ. അപ്പോൾ ഇപ്പം നമ്മ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്തേക്ക് എത്തി. ഫൈനലി റീച്ച്ഡ്. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. ഫൈനലി നമുക്കൊരു പാർക്കിംഗ് സ്പേസും കിട്ടിയിരിക്കുന്നു. നമ്മുടെ വന്നിട്ടാകുമ്പോൾ ഒരിച്ച വണ്ടി എടുക്കുന്നുണ്ടായിന്. അപ്പോൾ റിലി ഇവിടെ വെക്കാന്നില്ല നമുക്ക്. എന്ത് കണ്ട കൈസോളെ എന്നെ പറഞ്ഞത്. ഈ വ്ളോഗ് എടുത്തിട്ടുണ്ട് നീ ഇങ്ങനെ ചാറായി പോയി. ഓ മൈ ഗോഡ്. അത് നമ്മളെ മതാബോ നമ്പർ പ്ലേറ്റ് പറഞ്ഞൂടാ വ്ളോഗില്. നീ അതിന് അതെല്ലാം വെളിപ്പെടുത്തുന്ന. ഞാൻ വെറുതെ പറഞ്ഞു നിന്റെ ക്യാമറ ഓൺ. എന്റെ ക്യാമറ അങ്ങനെ അടുക്കത്തിൽ നമ്മൾ നേരെ ഹാളിലേക്ക് കയറി. അപ്പോൾ അവിടെ വെൽക്കം ബോർഡിൽ വെച്ചിട്ടാണ്. അപ്പോൾ കുറേ ആൾ മുറ്റത്ത് വന്നിട്ടുണ്ടായിരുന്നു. എന്ത് കഥയെന്നറിയില്ല. ഫോട്ടോ എടുക്കാനപ്പോൾ ക്യൂ കുറേ ആളുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ എന്നിട്ട് ചേച്ചീനെ കണ്ട് സനക്ക് ചേച്ചി ടാറ്റെല്ലാം കൊടുക്കുന്നുണ്ട്. സനനെ മാത്സ് ഇങ്ങനെ പഠിക്കാൻ ഹെൽപ്പ് ആയിക്കൊണ്ടിട്ടുണ്ടായിരുന്നു ചേച്ചി. അത് ഞങ്ങൾ ചേച്ചിയോട് പോകുന്നത് പറയാൻ വേണ്ടിയിട്ട് സ്റ്റേജിൽ കയറി. അപ്പോൾ ചേച്ചി പറഞ്ഞു ഫോട്ടോ എടുത്തിട്ട് പോകാറ്. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുത്ത് പിന്നെ വീഡിയോ ഉണ്ടായിരുന്നു. അങ്ങനെ വീഡിയോക്ക് ബിസിയെല്ലാം പറഞ്ഞിട്ട് നമ്മൾ നേരെ സ്റ്റേജിൽ നിൽക്കുന്നത് ഫുഡിൻ്റെ അടുക്ക്. അപ്പോഴേ കണ്ട കുറേ ആളുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ. ഞങ്ങൾ എടുക്കൂടിയുണ്ട് എന്നുവെച്ചാൽ നമ്മൾ എടുക്കൂടിയിട്ട് വന്നേ. അങ്ങനെ എടുക്കൂടിയിട്ട് നമ്മൾ ഫോട്ടോ എടുത്തിട്ടെല്ലാം വന്നു. അതിന് നേരെ ഫുഡ് ഞാൻ കൈകവി. ഇനി സന കൈകവിയാണ്. സന കൈക പോവും. അപ്പോൾ കേട കൈസ് ഞാനെന്ത് മൊയിലൊരു പറഞ്ഞിട്ട് കാണുന്നില്ല. എൻ്റെ മൊയിൽ കൈസ് എൻ്റെ സൗണ്ടൊക്കെ അറിയില്ല. മറ്റു ആൾക്കാരുണ്ട്. ഗൈസ് എൻ്റെ സൗണ്ട് കേൾക്കുമെന്ന് അറിയില്ല. നമ്മ ഇവിടെ എത്തിയിട്ട് എന്താ അപ്പോൾ അച്ഛനതിന് അങ്ങനെ അച്ഛൻ ഞാനും ഒക്കെ ഇരുന്ന് തിന്നാനും. അതിന് തിന്നാനും വേണ്ടിയിട്ടിതാ ഞങ്ങൾ സദ്യ വയ്ക്കാൻ വേണ്ടിയിട്ടിരുന്ന. അങ്ങനെ ഓറ് മറ്റേ ടേബിളിലേക്കുള്ള ഷീറ്റെല്ലാം പിരിച്ച് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ സ്നാപ്പ് എടുത്തുകൊണ്ടിരുന്നു. എന്നിട്ട് നമ്മ ചോറിനും വേണ്ടിയിട്ട് വെയിറ്റ് ആക്കി. അപ്പോൾ ഇതാ
ഇല വെച്ചിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളം കൂടി തന്ന്. അന്നും ഇതേപോലെ ഉണ്ടായിട്ട് ഞങ്ങൾക്കുമ്മ കവി തന്നിന് ഒരു പരിപാടി അതിന് പറ്റുമ്പോൾ സദ്യ വയ്ക്കാൻ പറ്റും. അങ്ങനെ ഇതും മഞ്ഞ കവി തന്നു. എന്നിട്ട് പിന്നെ ഓരോരോ കറി ബൾമ്പിട്ട് ഇങ്ങനെ ഇട്ടന്നോണ്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഇഷ്ടം ഈ കടലക്കറി. അങ്ങനെ അതെടുത്തിട്ട് ഞാൻ തിന്ന് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഇപ്പം നിൽക്കുമ്പോൾ അതിൽ തിന്നാൻ നിൽക്കും. എന്നിട്ട് അതെന്തല്ലോ അത് മാങ്ങൻ്റെ എന്തോ ഞാൻ തിന്നിട്ടാ എനിക്ക് ഇഷ്ടപ്പെടില്ല. അത് പൗത്ത മാങ്ങൻ്റെ എന്തോ. എന്നിട്ട് ചോറ് ഒഴിച്ച് ഇട്ട് സാമ്പാറും ഒഴിച്ച് നല്ല ഉണ്ടായിച്ചില്ലെങ്കില്ല നല്ല ഉണ്ടായിന്. ഇപ്പം എനിക്കിൽ കാണുമ്പോൾ അതിൽ പേയ്ക്കാൻ ആസ്യം. മെയിൻ മംഗലത്തിന് പോകാനുണ്ട് ഇതെന്തായോ ഈ ചോറ് പേയ്ക്കാൻ ഇങ്ങനത്തെ വേറെ ഒന്നും കിട്ടാല്ല. ചിക്കൻ്റെ എന്തോ ഉണ്ടായി കറി. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തെല്ലാം ഉണ്ടത്? ചിക്കൻ കറി ഉണ്ട്, അച്ചാറുണ്ട്, പിന്നെ ചിക്കനല്ല എന്തോ പരിച്ചിൻ്റെ കറിയുണ്ട്, കടല കറിയുണ്ട്, ഈ കറിയുണ്ട്, പപ്പടമുണ്ട്, സാമ്പാർ, ചോറ്. എനിക്കിഷ്ടം ഈ സാധനം ഏറ്റവും കൂടുതൽ ഇഷ്ടം. അസ്മാവ് ഉണ്ടാക്കി പറഞ്ഞേ. ഓക്കെ എന്നിട്ട് എല്ലായിട്ട് നമ്മൾ നേരെ ബേക്കാൻ വേണ്ടിയിട്ടിരുന്ന് പപ്പടമെല്ലാം ഞാൻ അതിലേക്ക് ഇങ്ങനെ കയച്ചലച്ചത് ഞങ്ങൾ ബേച്ചിട്ടയച്ച് എന്നിട്ട് ഞാൻ അതിൽ ചെല്ലുന്നുണ്ടായി ഗുഡ് സദ്യ കൈസ്ന്നെല്ലാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര മ്യൂസിക്. അങ്ങനെ ഞാനിങ്ങനെ കുറച്ചിട്ട് ഞാനിപ്പോൾ ഇതിൽ വോയിസ് എടുത്തു. എന്നിട്ട് ഞാൻ ആ മറ്റേ മാങ്ങൻ്റെ ഇത് കൂട്ടിയിട്ടുണ്ട് എക്സ്പ്രഷന്. ഞാൻ ചോറ് വെച്ചിട്ടായിട്ട് എടുക്കാൻ എനിക്ക് കഴിയുന്നുണ്ടായിട്ടാണ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചോറ് വേച്ചിട്ടായിട്ട് ഇലയെല്ലാം മൂടി പായസമൊക്കെ നല്ല ഉണ്ടായിന്. എന്താ അറിയില്ല, അടുത്ത ഫുഡെല്ലാം എനിക്ക് നല്ല ഇഷ്ടമായിന്. ഞങ്ങൾക്ക് എല്ലാവർക്കും ബേച്ചിട്ടായി. അസ്മക്ക് മാത്രമാണ് ബേച്ചിട്ടാവാൻ ബാക്കി. എനിക്ക് അസ്മ ബേച്ചിട്ടാവാൻ നമ്മളെല്ലാവരും ആടിന് കഥകൾ അങ്ങനെയല്ല, നമ്മൾ എല്ലാവരും ഒന്നിച്ചിട്ട് എനിക്കാണോ. ഇപ്പം ഞാൻ കുറച്ച് പായസമെല്ലാം കുടിച്ച് ഞങ്ങളുടെ എനിക്ക് അസ്മാനെ കാത്തോണ്ടായി. അസ്മക്ക് ആയിട്ടാണ് ബേച്ചിട്ട്. What is this, Asma? അസ്മാക്ക് വേണ്ടി നമ്മൾ ഇത്ര ഒരാൾ വെയിറ്റ് ആയിരുന്നു ഗൈസ്. ഞങ്ങൾക്ക് അസ്മ കുതിര Okay guys, finally Asma complete ചെയ്തിരിക്കുന്നു. Good girl. Good guys. ഓളെല്ലാം തീർത്ത് guys. Guys. അസ്മക്ക് ഫുഡ് തിന്നിട്ടെല്ലായിട്ട് കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും എണിച്ചത്. അപ്പോൾ അസ്മക്ക് എല്ലാവരും ഗുഡാക്കാന്ന് വെച്ചെങ്കിൽ ഓള് ചാടാൻ വേണ്ടിയിട്ട് ആക്കിയിട്ടാലോ ഓളെല്ലോ തിന്നില്ലേ അവിടെ തന്നെ ഇരുന്നിട്ട്. അങ്ങനെ അസ്മക്ക് കുറേ ഗുഡ് കിട്ടി. പിന്നെ ഫോൺ ഉണ്ടായിരുന്നു, നമുക്ക് പൈപ്പ് തിരിക്കാൻ പോലും കഴിയുന്നുണ്ടായിട്ട്. അങ്ങനെ തിന്ന കയ്യിൽ തന്നെ ടാപ്പ് ഇടിച്ച്. അസ്മയാണ് ഗൈസ് ഇന്ന് സദ്യ ആസ്വദിച്ച് കഴിച്ചത്. അസ്മയാണ് ഗൈസ് ഇന്നത്തെ സദ്യ ആസ്വദിച്ച് കഴിച്ച ഒരേ ഒരാൾ. ആസ്വദിച്ചില്ല എന്നെ കൊണ്ട് മത്സരിപ്പിച്ചിട്ടില്ല ഗൈസ്. അപ്പോൾ ബീച്ചിലെല്ലായി നമ്മൾ പോകണം ഫോട്ടോ എടുക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ആടിന് ചോരെല്ലാം ബീച്ച് കുതിരാട്ടീനെല്ലാം കണ്ട് ഫോട്ടോ എല്ലാം എടുത്ത് എൻ്റെ ആടിന് കീ. ഇനി നമ്മൾ അടുത്ത മംഗലുണ്ടത്. ഞാനിപ്പോൾ ഉദ്മ പഠിക്കുന്നുണ്ട്. എൻ്റെ സീനിയേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു മംഗലത്തിന്. അപ്പോൾ ഇപ്പോൾ ഓരോ കണ്ടിരുമ്പോൾ അതിൽ നോക്കിയാൽ. ഇനി നമ്മൾ നേരെ പോകുന്നത് ചെമ്മനാട് ഒരു ഹോളുണ്ട് ആടെ മംഗലത്തിന്. അത് എൻ്റെ പപ്പാൻ്റെ കാക്കാൻ്റെ മോളെ മകൻ. അപ്പോൾ ഇനി നമുക്ക് ഹോളിലെത്തിയിട്ട് കാണാം. ഓക്കെ, നല്ല സദ്യ ആയിരുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ബിരിയാണി ഉണ്ടായിരുന്നു, സദ്യ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ കഴിച്ച സദ്യ. അപ്പോൾ നമുക്ക് അടുത്ത മംഗലത്തിൻ്റെ ഹോളിലെത്തിയിട്ട് കാണാം. നോക്കി സന കയ്യെല്ലാം ഇട്ടുന്നുണ്ട്.
ഇതന്നെ ഓൾഡ് ഏജ് ഹോം നോക്കോ. നമ്മൾ സെനാൻ്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ആക്കിയ നോക്കോ. ഇവിടെയാണ് നമ്മൾ സെനാൻ്റെ വാട്ട് ഈസ് ദിസ് ഗൈസ് ശരിയാക്കിയിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ അതാണ് സെനാൻ്റെ സർപ്രൈസ് ആക്കിയ ഓൾഡ് ഏജ് ഹോം. ഇത് സ്ഥലം വരുന്നത് ഇവിടെ ചില്ലെങ്കിൽ പരവനെടുക്കും. എൻ്റെ മമ്മി വണ്ടിയെ പറപ്പിക്കുന്നുണ്ട് ഗൈസ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാറ്റത്ത് പാറുന്നത്. സൗണ്ട് ഒന്നും കേട്ടില്ലെങ്കിലേ ഞാൻ പൊരക്കത്തിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നതായിരിക്കും. ശരിശുണ്ട് ഗൈസ്. അപ്പോൾ ഓക്കെ വയ്യ കാണാം ഗൈസ്. ഹോളെത്താനായി, ഇവിടെ അടുത്ത് തന്നെ ഹോള്. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു 2 o'clock എല്ലാകുമ്പോൾ ഇവിടുത്തെ ഹോളിലേക്ക് എത്തി. അങ്ങനെ ഹോളിലെത്തിയിട്ട് ഇവിടുന്ന് നമുക്കങ്ങനെ കാണിക്കാനൊന്നുമില്ല. ഇത് എൻ്റെ മാമ, അങ്ങനെ പോയപ്പാടെ മാമാട് കൊണ്ടി. എന്നിട്ട് ആടെ പാട്ടെല്ലാം ഉണ്ടായിരുന്നു ബാങ്കത്തിൽ. അങ്ങനെ കുറച്ച് പാട്ടിൻ്റെ വീഡിയോയെല്ലാം എടുത്ത്. അപ്പം ഞാൻ എൻ്റെ വോയിസിൻ്റെ ഇടയിൽ തന്നെ നല്ല നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ലൈക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കറിയില്ലല്ലോ, ഞാൻ ജസ്റ്റ് ഷൂട്ടാക്കിയിട്ട് ഇട്ടെന്ന് മാത്രം. പിന്നെ പുതിനാട്ടിയോടെ വെക്കും ഞാൻ കേട്ടിന് ഇട്ടോട്ടാന്നപ്പോൾ ചെല്ലി ഫേസ് കാണുന്നത് അങ്ങനെ ബാണ്ടാന്ന് ചെല്ലി. അപ്പോൾ പിന്നെ ഓളിടേണ്ട ചെല്ലുമ്പോൾ ഞാനിടുന്നത് പാങ്ങില്ലല്ലോ, അതുകൊണ്ട് ഓളെ നേരെ മുഖം കാണിച്ചിട്ടുണ്ടെന്നു ഞാൻ ഇടുന്നില്ല. അതിൻ്റെ അങ്ങ് പോയി കുറച്ച് കഴിയുമ്പോൾ പുതിയ ആപ്പിള ഓരെല്ലാം കൈക്കോട്ടിനെ ഇങ്ങനെ സ്റ്റേജിൽ കയറ്റി അതിൻ്റെ ബാക്കിൽ പുതിനാട്ടിനെയും കയറ്റി. എന്നിട്ട് അടുത്ത ആണുപിള്ളേർ കുറച്ചാളിങ്ങനെ ഡാൻസ് എല്ലാം കളിക്കുന്നത്, ഐ മീൻ ഓരോ DJ പോലെ അതെല്ലാം കളിക്കുന്നത്. അപ്പം നിങ്ങൾ അതെല്ലാം നോക്ക്, എന്നിട്ട് ഞാൻ ബാക്കി ചെയ്യാം. നല്ല പാങ്ങുണ്ടായിന്. വേറെ പാട്ട് മാത്രം ഓരോ പാട്ട് തന്നെ കേൾപ്പിക്കുമ്പോൾ അതിന് മാത്രം ആവില്ല. അപ്പം നിങ്ങൾക്ക് സ്കിപ്പാക്കാനാകുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ കുറേ എടുത്തിട്ടാണ്. ഇത് കണ്ട ഈ കുഞ്ഞും സെനോ അപ്പുറം ടിഷ്യൂ ആക്കിയിട്ട് കളിക്കുന്നതാണ്. എന്നിട്ട് ആടെ ഓഡിറ്റോറിയത്തിൽ കുതിര ഉണ്ടായിന് ഗായ്സ്, ഹോസ് ഉണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ വീഡിയോ എടുത്ത് കുറച്ച് കഴിയുമ്പോൾ അതിനെ കാണാതായിന്. എന്നിട്ട് നമ്മൾ പുതിനാട്ടിനൊന്ന് ഓരോന്നിച്ച് ഫോട്ടോ എല്ലാം എടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ ഹോളിൽ നിന്ന് കഴിഞ്ഞാൽ പുതിനാട്ടി പോയിട്ട് ചെയ്യാന്ന് തന്നെ ചെല്ലിട്ട് അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ പുതിനാട്ടി കഴിഞ്ഞ് അതിൻ്റെ പുറത്തുനിന്ന് കുറച്ച് ഫോട്ടോ വീഡിയോ എല്ലാം എടുക്കുന്നതെല്ലാം ഉണ്ടായിന്. എന്നിട്ട് പിന്നെ അതിൻ്റെ ബാക്ക് സൈഡ് ഒരു സ്ഥലമുണ്ട്, ആടെല്ലാം പോയിട്ടൊരു ഫോട്ടോ എല്ലാം എടുത്ത്. അപ്പോൾ ഇതാണ് കാസർഗോട്ടെ മംഗലം, ഐ മീൻ 2 മംഗലം ഇതിൽ ഇൻക്ലൂഡായി. മാത്രമേ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് കഴിഞ്ഞിട്ട്. അപ്പോൾ ഓക്കെ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ടേക്കും ബൈ ഗായ്സ്. അങ്ങനെ വോയിസ് ഓവറിലെടുത്ത് ലാസ്റ്റ് നമുക്ക് സൗണ്ട് പോയി. അപ്പോൾ നിങ്ങൾ അടുത്തുള്ള മംഗലം ഇങ്ങനെ പിന്നെ എങ്ങനെയുണ്ടെന്നുള്ള കമൻറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ.